ദുൽഖർ സൽമാൻ ഒരേ നിർബന്ധം നോമ്പ് തുറന്നിട്ട് പോയാൽ മതി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ദുൽഖറിൻ്റെ ഒരു ആതിഥേയ മര്യാദയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. വർഷം 2014 അത് നോമ്പ് കാലമാണ്. പെരുന്നാളിനാണ് വിക്രമാദിത്യൻ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ഞാൻ പറഞ്ഞു ആരുടെയാണ്? ദുൽഖർ സൽമാൻ, ആദ്യത്തെ ഞെട്ടൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പുള്ളി ഓഫീസിലേക്ക് വരും, സ്റ്റുഡിയോയിലേക്ക് വരും എന്നാണ്. അപ്പോഴാണ് സ്റ്റേഷൻ ഹെഡിൻ്റെ വക അടുത്ത വെടി. വീട്ടിൽ പോയി എടുക്കണം. എവിടെ? മമ്മൂക്കയുടെ വീട്ടിൽ. ടൈം ചോദിച്ചപ്പോഴാണ് പറയുന്നത് വൈകിട്ട് 6 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുറന്നതിന് ശേഷം. അപ്പോഴാണ് എൻ്റെ സുഹൃത്തിനോട് പറയുന്നത്, മിഥുൻ, നൻപൻ, എടാ നോമ്പ് നിനക്ക് അവിടെ തുറക്കാൻ പറ്റിയാലോ? അതൊരു സാധ്യതയാണ്. മമ്മൂക്കയുടെ വീട്ടിൽ നോമ്പ് തുറക്കുന്നു. അങ്ങനെ നമ്മൾ കൃത്യം ഒരു 5:45, 6 മണിക്കോടുകൂടി അവിടെ ചെല്ലുന്നു. 6:11 വാങ്ങും. ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തു. സെക്യൂരിറ്റി അകത്തേക്ക് വിടുന്നില്ല, കാരണം അവിടെ ഒരുപാട് അതിഥികൾ വന്നിട്ടുണ്ട്. അങ്ങനെ നിന്നൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ബാങ്ക് വിളിക്കുന്നു. ബാങ്ക് കിട്ടി കഴിഞ്ഞാൽ ഉടനടി ഒട്ടും താമസിയാതെ നോമ്പ് തുറക്കണം എന്നാണ്. ഞാൻ വേഗം അത് കേൾക്കുന്ന പള്ളി ലക്ഷ്യമാക്കി ഓടിയപ്പോൾ നൻപൻ മിഥുൻ പുറകെ വിളിച്ചു, നൻപാ ഗേറ്റ് ഓപ്പൺ. പനമ്പള്ളി നഗറിലെ വീടാണ്. ഒരു സിറ്റ് ഔട്ട് പോലത്തെ റൂമിലേക്ക് നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് തന്നെ മിഥുൻ അടുത്ത വെടി പൊട്ടിച്ചു. ദുൽഖർ, ഷാഫിക്ക് നോമ്പുണ്ട്. അപ്പോൾ ദുൽഖറോടുകൂടി ഒരു നോമ്പുകാരനെ ബഹുമാനിക്കുന്ന രീതിയിൽ ആതിഥേയ മര്യാദയോടുകൂടി പറയണ്ടേ, നോമ്പ് തുറന്നില്ലല്ലോ, കം 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 എന്നും പറഞ്ഞിട്ട് എന്നെ മാത്രം വീടിൻ്റെ അകത്തേക്ക് വിളിക്കുന്നു. ഞാനൊരു ജാടയുടെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുന്നു. പക്ഷേ ഇത്രയും പേര് അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. നമുക്ക് മാത്രമില്ല. അന്ന് മംഗ്ലീഷ് മൂവിയുടെ സോങ് ഷൂട്ടുമായിട്ട് നെതർലൻഡ്സിലാണ്. അങ്ങനെ ഞാൻ ആ ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് ഒറ്റ നടുക്കിൽ എന്നെ അവിടെ പിടിച്ചിരുത്തി. ദുൽഖർ ജ്യൂസ് തരുന്നു, പിന്നെ കുറേ പേര് നട്ട്സ് എടുക്കാൻ നീട്ടി തരുന്നു, ഫ്രൂട്ട്സ് നീട്ടി തരുന്നു, സമൂസ തരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വിടരുതല്ലോ. പക്ഷെ അവിടെ നമുക്ക് ഇരിക്കുന്നതിന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, കാരണം ഡ്രസ്സ് ഇങ്ങനെയാണ്, ഒരുപാട് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നോമ്പിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്, ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഞാൻ അവിടെ ഹോളിൽ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചുവരിൽ മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കുറേ പഴയ കാലത്തെയും പുതിയ കാലത്തെയൊക്കെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മാംഗോ ജ്യൂസ് സിപ്പ് എടുത്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അന്തം വിട്ടു. ഇനിയിപ്പോൾ കയറാൻ പറ്റില്ലല്ലോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും തോളിൽ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദുൽഖറാണ്. തരി കൂടി തരുന്നു. ആ ഗ്ലാസ് കൂടി ഞാൻ വാങ്ങിച്ചു. 2 ഗ്ലാസ്സായി. ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കാം, പുറത്തൊരു വെയിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ഫുൾ ജാടയിൽ ഞാൻ പുറത്തേക്ക് ജ്യൂസ് തരി എന്ന് പറഞ്ഞ് ഞാനതിങ്ങനെ അതുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അവർ ചോദിച്ചു, വേറെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ഞാൻ പറഞ്ഞു കഴിക്കാൻ ഒരുപാട് ആയിട്ടുണ്ട്, ഞാൻ ഒന്നും കഴിച്ചില്ല, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വെറുതെ. പക്ഷേ നമ്മൾ പറയാതെ തന്നെ ദുൽഖർ അവിടുത്തെ സെർവൻസിനെ കൊണ്ട് പുറത്തേക്ക് 3-4 പ്ലേറ്റ് പരിപ്പൂട, കട്ട്ലേറ്റ്, സമൂസ, വേറെ എന്തൊക്കെയുണ്ട്, കാരക്ക, ഓഫ് കോഴ്സ്, പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് വരുന്നു. നമ്മളതൊക്കെ കഴിച്ച് ആസ്വദിച്ച് വിക്രമാദിത്യൻ്റെ വിശേഷങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്നു. വൈ പറയാൻ നേരത്ത് ദുൽഖർ വീണ്ടും ചോദിച്ചു, ഭക്ഷണം ഷാഫി കഴിച്ചിട്ടില്ലല്ലോ, വേറെ ആരും കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം, ഷാഫി കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞില്ല, കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ മൊമെൻറ്റിൽ അദ്ദേഹം വേഗം വീണ്ടും ആ പ്ലേറ്റിൽ നിന്ന് കുറച്ച് കാരക്ക, ഡ്രൈ ഫ്രൂട്ട്സ്, അത് വാരിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു, എന്തായാലും വിശക്കും, ഇടയ്ക്ക് കുറുക്കി എന്ന് പറഞ്ഞു തരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി കയറുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വ്യക്തിത്വവും ആതിഥേയത്വവും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണുള്ളത്. പക്ഷെ ഇത്രയും ഡൗൺ ടു എർത്ത് ആണെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല.